കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ പരാജയപ്പെട്ടെങ്കിലും യു.ഡി.എഫ് സ്ഥാനാർത്ഥി ഐഷ പോറ്റി വലിയ പോരാട്ടമാണ്, അല്ലെങ്കിൽ കടുത്ത മത്സരമാണ് എതിർ സ്ഥാനാർത്ഥി കെ.എൻ. ബാലഗോപാലിനോട് നടത്തിയത്. കടുത്ത പോരാട്ടത്തിനൊടുവിലാണ് തോറ്റത്, അതും നിസ്സാര വോട്ടുകൾക്ക്. ഈ കെ.എൻ. ബാലഗോപാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ തുടക്കത്തിൽ പറഞ്ഞത് താൻ കേരളത്തിൻ്റെ മൊത്തം വികസനത്തിന് നേതൃത്വം നൽകിയ ഒരാളാണ്. അപ്പോൾ കൊട്ടാരക്കരയിൽ ജനങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ റിസൾട്ട് വരുമ്പോൾ അദ്ദേഹം തട്ടിമുട്ടി ജയിച്ച് പോയൊരു സാഹചര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എങ്ങനെയാണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഐഷ പോറ്റി അതിനെ കാണുന്നത്? ഇത് തോൽവി തന്നെയാണ്. കാരണം തോറ്റു, അദ്ദേഹം ജയിച്ചു. പക്ഷേ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ നേതാവും കേരളത്തിലെ ധനമന്ത്രിയോടുമാണ് മത്സരിച്ചത്. ധനമന്ത്രിയായി 5 വർഷം പ്രവർത്തിച്ച ഒരാളോടാണ് മത്സരിച്ചത്. അത് തോറ്റതിലൊന്നും എനിക്കൊരു സങ്കടവും ഇല്ല. കാരണം നല്ല ഫൈറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. മാത്രവുമല്ല, ഞാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വിട്ടു. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നയവ്യതിയാനത്തിനെതിരെ പോരാടിക്കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് മാറിയത്. ആൾക്കാരോടുള്ള അപ്രോച്ച് അത് മാറ്റണമെന്ന് പറഞ്ഞു. എന്തായാലും കേരളത്തിൽ UDF ജയിച്ചു, അതിലെനിക്ക് സന്തോഷമുണ്ട്. ഞാൻ പരാജയം ഉൾക്കൊള്ളുന്നു. പക്ഷേ ഞാൻ ഇനിയും ജനങ്ങളുടെ കൂടെ കാണും, എല്ലാവരുടെയും കൂടെ കാണും, UDFൻ്റെ കൂടെ കാണും, കോൺഗ്രസിൻ്റെ കൂടെ കാണും, പൊതുജനങ്ങളുടെ കൂടെ ഉറപ്പായിട്ട് ഉണ്ടാകും നല്ല പ്രവർത്തനങ്ങളുമായിട്ട്. ഇതൊരു കാര്യമല്ല, ജയവും പരാജയവും എല്ലാവർക്കും ഉണ്ടാകുന്ന, അത് മാറി മാറി വരും. അതിനെ അങ്ങനെ കാണുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടിയുള്ളത്, മുഖ്യമന്ത്രിയാണെന്ന് ഉൾപ്പെടെ പാർട്ടി ലീഡർഷിപ്പ്, ആ പഴയ പാർട്ടിയുടെ ലീഡർഷിപ്പൊക്കെ പറഞ്ഞിരുന്നു 139 മണ്ഡലം തോറ്റാലും കൊട്ടാരക്കര തോക്കത്തില്ലെന്ന്. അപ്പോൾ എത്രമാത്രം കോൺസെൻട്രേഷൻ അവർ ഈ മണ്ഡലത്തിലേക്ക് കൊടുത്തു എന്നുള്ളത്, ആ ഒരു ഫൈറ്റ് എന്തുമാത്രമായിരുന്നു, അതിനോടാണ് ഞാനും UDFും ഫൈറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഇത് നോക്കുന്ന സമയത്തെ ഈ വിസ്മയങ്ങളുടെയൊക്കെ തുടക്കം, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിസ്മയങ്ങളുടെ തുടക്കം കൊട്ടാരക്കരയിലായിരുന്നു. ഐഷ പോറ്റിയായിരുന്നു ആ വിസ്മയങ്ങളുടെ. ഇതിനെല്ലാം ഇപ്പോൾ പല ഇടത് കോട്ടകളിലും UDF സ്വതന്ത്രരാണ് വിജയിച്ചിരിക്കുന്നത്. അതും CPM നിന്ന് പുറത്തിറങ്ങി വന്ന ആളുകളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കം അത് ഐഷ പോറ്റിയായിരുന്നു. തീർച്ചയായിട്ടും ഞാനാണ് തുടങ്ങി വെച്ചത്. എന്നോട് അന്നേരം കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ളവർ വിളിച്ചു, ഒരാളെങ്കിലും പ്രതികരിച്ചല്ലോ എന്നാണ് എന്നോട്. ഞാനത് ഇപ്പോഴല്ലേ പറയുന്നത്. ഒരാളെങ്കിലും ഇതിനെതിരെ ഒന്ന് പ്രതികരിച്ചല്ലോ, കാര്യങ്ങൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് എന്നെ കണ്ണൂരിൽ നടക്കമുള്ള ആൾക്കാർ വിളിച്ചിരുന്നു അന്ന്. ഞാനൊരു വിസ്മയം എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെയല്ല, ഒരു തിരുത്തൽ. നാട് നന്നാവണം, മനുഷ്യർ നന്നാവണം, രാഷ്ട്രീയം നന്നാവണം, അത്രയേ ഉള്ളൂ. ഇതെല്ലാം പറഞ്ഞാലും വിമർശിക്കാൻ ഇവിടെ സോഷ്യൽ മീഡിയയിലെ കുറേ ആൾക്കാരുണ്ടാകും, ഇടതുപക്ഷത്തുള്ള CPMലുള്ളവർ. അങ്ങനെ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല, നമ്മളെപ്പോഴും നന്മയ്ക്കേ നിൽക്കുകയുള്ളൂ. പിന്നെ ഈ ഒരാൾ അങ്ങനെ തുടങ്ങി വെച്ചെങ്കിൽ അതിൻ്റെ ഐശ്വര്യം UDFന് ഉണ്ടായിട്ടുണ്ട്, ഉറപ്പായിട്ടും. അതിൻ്റെ ഒരു മാറ്റം, ആ ഒരു അലയൊലി അവിടെ എല്ലായിടത്തും എത്തി എന്നുള്ളത്, ഇനി എന്ത് പറഞ്ഞാലും ആരെത്ര വിമർശിച്ചാലും തുടങ്ങി വെച്ച കാര്യത്തിന് ഒരു ഗുണമുണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കൊട്ടാരക്കരയിലെ പരാജയം സംബന്ധിച്ചത് കോൺഗ്രസും UDFും പരിശോധിക്കേണ്ട ഒരു കാര്യമല്ലേ? കാരണം അത്രമാത്രം കോൺഫിഡൻ്റ് ആയിരുന്നു ഇവിടെ. പക്ഷേ ഒരു ചെറിയ വോട്ടിന് മാർജിനിൽ പരാജയപ്പെട്ടു. അപ്പോൾ അതിൻ്റെ കാരണം അത് പരിശോധിക്കപ്പെടണം. ഉറപ്പായിട്ടും പരിശോധിക്കണം. കാരണം വെറും ചെറിയ അത് ഓരോ സ്ഥലത്തെ ഓരോ വാർഡ് വൈസുള്ള വോട്ട് നില പരിശോധിച്ചാൽ അറിയാം. എപ്പോഴും മുൻതൂക്കം വരുന്ന അത് കണിശമായിട്ടും അത് പരിശോധിച്ച് UDFും കോൺഗ്രസും പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകേണ്ടത് തന്നെയാണ്. എങ്കിലേ ഭാവിയിലും നല്ല മാറ്റം. എന്തായാലും ഇപ്പോഴും ഒത്തിരി മുന്നേറ്റം വന്നല്ലോ, പഴയ പോലെ അല്ലല്ലോ. ഇപ്പം നല്ല മാറ്റം ഉണ്ടായല്ലോ. അത് തുടർച്ചയായിട്ടുണ്ടായി. വീണ്ടും UDF ജയിച്ചു വരുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും വേണം. അത് പാർട്ടി പരിശോധിക്കുകയും വേണം. ഏതായാലും കൊട്ടാരക്കരയിൽ തന്നെ ജനങ്ങൾക്കൊപ്പം തുടരും. ഉറപ്പായിട്ടും കൊട്ടാരക്കരയിലെ ജനങ്ങൾക്കൊപ്പം, ഇപ്പം എന്നെ തോപ്പിച്ചെങ്കിലും ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. എന്ത് കാര്യങ്ങളിൽ എനിക്ക് സാധിക്കാവുന്നത് ചെയ്തു തരാനായിട്ട് ജനങ്ങളോടൊപ്പം ഉറപ്പായിട്ടും ഉണ്ടാവും. എന്തായാലും പരാജയപ്പെട്ടെങ്കിലും ജനങ്ങൾക്കൊപ്പം കൊട്ടാരക്കാരുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്നാണ് ഐഷ പോറ്റി പറയുന്നത്. അതായത് കോൺഗ്രസിലെ UDFിലെ വിസ്മയങ്ങൾ തുടങ്ങി വെച്ച ആളാണ്, പക്ഷേ പരാജയപ്പെട്ടു. പക്ഷേ ആ പരാജയം അത് വലിയ പോരാട്ടങ്ങൾക്കൊടുവിലുള്ള പരാജയമായിരുന്നു എന്നും ഐഷ പോറ്റി എന്തായാലും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കരൻ, റിപ്പോർട്ടർ, കൊല്ലം.